ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ആദ്യത്തെ എട്ടാം ക്ലാസ്സിലെ ആദ്യത്തെ വീഡിയോ തന്നെ ഞാൻ വിചാരിക്കുന്നു മാത്സിൻ്റെ വീഡിയോ ഇട്ടാലോ എന്ന് ഞാൻ ഫസ്റ്റ് തൊട്ട് ആലോചിക്കാം. കാരണം നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ ഒരു മാത്സിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. ഓക്കെ, 10ാം ക്ലാസ്സുകാർ എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിലേക്കൊന്ന് പോയി കാണുക. കാരണം ഇത് 8ാം ക്ലാസ്സിലെ ബേസാണ്. ഇപ്പോൾ 8ാം ക്ലാസ്സിലെ ബേസും 10ാം ക്ലാസ്സിലെ ബേസും എന്ന് പറഞ്ഞു ഞാൻ ഇട്ടേക്കണ ഒരേപോലെയാണ്. സ്ലൈഡൊക്കെ ഒന്നാണ്, എന്നാലും ഇവിടെ പറയുന്ന കാര്യത്തിൽ കുറച്ചുകൂടി മാറ്റമുണ്ടാകും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും റീബുക്ക് എഡ്യൂക്കേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. കാരണം 8ാം ക്ലാസ്സുകാരാണ്. കാരണം നിങ്ങൾ 7ാം ക്ലാസ്സിൽ നിന്നും 8ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുറേ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി മാത്സ് മാത്രമല്ല എല്ലാ വിഷയങ്ങളും കരുതി വച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇനി ഹൈസ്കൂളാണ്, നിങ്ങൾ ഹയർ സ്കൂളാണ് അഥവാ ഹൈസ്കൂൾ. അപ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങൾ മാത്രമല്ല, 7ൽ പഠിച്ച ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങളാണ് 8ൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയാണ്, ഇനി 8ാം ക്ലാസ്സിലാണ് മാത്സിൻ്റെ ബേസ് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പെടും. അപ്പോൾ ഇത് ബേസിക് സീരീസാണ് കേട്ടോ മാത്സിൻ്റെ. നമ്മൾ SSLCക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ബേസ് സീരീസ് 1. അതേപോലെ തന്നെ നമുക്ക് 8ാം ക്ലാസ്സുകാർക്ക് ഇടുകയാണ് ബേസ് സീരീസ് 1. അപ്പോൾ ഇന്ന് 8ാം തീയതി 2026 ബുധനാഴ്ച. ഇപ്പോൾ നമ്മുടെ കറക്റ്റ് 7ലേക്കുള്ള ക്ലാസ് ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഒന്നുകൂടി നമ്മളിപ്പം ചെയ്യാം. വെൽക്കം ടു റീബുക്ക് എഡ്യൂക്കേഷൻ. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി റീബുക്ക് എഡ്യൂക്കേഷൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേട്ടോ, കൂടുതൽ വീഡിയോസിന്. ഓക്കെ, ഈ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ പൊങ്ങി വരണ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അത് നിങ്ങളുടെ ഇതിന് ബാധിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെയും റീബുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ചാനൽ കാണുന്നത്. അപ്പോൾ 8-9 ക്ലാസ്സുകാർക്കും 10ാം ക്ലാസ്സിനും വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ ചാനലാണ് റീബുക്ക് എഡ്യൂക്കേഷൻ. ഇതിൽ നിങ്ങൾക്ക് ആപ്പിലെ പോലെ പൈസ അടയ്ക്കേണ്ട, അഥവാ വേറെ എഡ്യൂക്കേഷണൽ ചാനൽ, ഞാൻ അവരെ കുറ്റം പറയുകയല്ല, നിങ്ങൾക്ക് അതാണ് മനസ്സിലാവണമെങ്കിൽ അതിലേക്ക് പോവാം. ബാക്കിയുള്ള ഇതിൻ്റെ അവർക്ക് ആപ്പുണ്ട്, ആപ്പിൽ പൈസ കൊടുക്കും. പറയുന്ന 1999 രൂപയോ അല്ലെങ്കിൽ 2000 രൂപയോ അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ തരും. പക്ഷേ റീബുക്ക് എഡ്യൂക്കേഷനിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ഏത് ക്ലാസ് നമ്മൾ ഇടുകയാണെങ്കിൽ ലൈവായിട്ട് യൂട്യൂബിൽ മാത്രമാണ് ഇടുന്നത്. എനിക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ 8, 9, 10 ക്ലാസ്സുകൾക്ക് വേണ്ടി റീബുക്ക് എഡ്യൂക്കേഷൻ പൈസ ഒന്നും വാങ്ങാതെ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം. പഠിക്കാനാണ് ചെറിയ കാര്യങ്ങൾ. ഇനി നമുക്ക് മാത്സിൽ അറിയേണ്ട ഫസ്റ്റ് ബേസാണ് നമ്പേഴ്സ്. ചിലപ്പോൾ 8ാം ക്ലാസ്സിലായി ഇതുവരെ നമ്പേഴ്സിനെ കുറിച്ചൊന്നും അറിയില്ലാത്ത പിള്ളേരുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാം ടൈപ്പ് ഓഫ് നമ്പേഴ്സ്. കുറേ 5 ടൈപ്പ് നമ്പേഴ്സാണ് നമുക്ക് 8ൽ പഠിക്കാനുള്ളത്. 8ൽ പഠിക്കാനുള്ളത്. ഇടയ്ക്ക് വെച്ച് ബുക്കൊന്ന് മാറിയായിരുന്നു. ഓക്കെ, ഫസ്റ്റത്തെയാണ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൽ സംഖ്യകളാണ്. എണ്ണൽ സംഖ്യകൾ ഉണ്ടല്ലോ. ഓക്കെ, എണ്ണൽ സംഖ്യകൾ. ഓക്കെ, എഴുതുമ്പോൾ കാണില്ലെങ്കിലും നിങ്ങൾ നോക്കി വായിച്ചാൽ മതി. എണ്ണൽ സംഖ്യ. അടുത്ത് ഹോൾ നമ്പറിൻ്റെ അറിയില്ല, എനിക്ക് മലയാളം അറിയില്ല, അത് ഞാൻ നോക്കണം. ഹോൾ നമ്പർ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും നമുക്ക് ഹോൾ നമ്പറിൻ്റെ മലയാളം പറയാതെ. ഹോൾ നമ്പർ ഞാൻ വിശദമായിട്ടെല്ലാം പറഞ്ഞുതരാം. അടുത്ത് ഓഡ് നമ്പർ, ഒറ്റ സംഖ്യ. ഓഡ് നമ്പർ ഒറ്റ സംഖ്യകൾ, ഒറ്റയ്ക്കായിട്ട് നിൽക്കുന്ന സംഖ്യകളാണ്. അടുത്ത് ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ. ഞാൻ മലയാളം മീഡിയംകാർക്ക് മാക്സിമം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്ത് ഇൻഡിജേഴ്സ്. ഈ 5 നമ്പേഴ്സാണ് നമുക്ക് പഠിക്കുന്നത്. ഈ 5 നമ്പർ ഇതിൽ നമുക്ക് ഏറ്റവും മെയിനായിട്ട് പഠിക്കേണ്ടത് ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്. ഇത്ര നമ്മൾ പഠിക്കണം. ബാക്കിയൊക്കെ നമ്മൾ
നമുക്ക് അറിയാവുന്ന നമ്പേഴ്സ്. നമുക്ക് അറിയാവുന്ന നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ. സ്ക്രീൻ വരയ്ക്കണ പോലെ. ഓക്കെ, എണ്ണൽ സംഖ്യ. ഓക്കെ 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 ക്ലാസ് മനസ്സിലാവുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. സെറ്റ് എന്നൊന്ന് കമൻറ്റ് ചെയ്തു. എല്ലാവരും ലൈവ് ചാറ്റിൽ സെറ്റ് എന്നൊന്ന് കമൻറ്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഓഡിയോ പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഫാനുണ്ട് ഇവിടെ. AC അല്ല, നമുക്ക് പൈസ ഇല്ല. ഓക്കെ, AC അല്ല. പിന്നെ അവിടെ ഒരു TV ഉണ്ട്. TV ഓൺ ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ശബ്ദമായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്നാലും കേൾക്കണമെന്ന്. ഓക്കെ, ആദ്യത്തെ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യ. മലയാളത്തിൽ പറയുന്നത് നമ്മൾ എണ്ണണ സംഖ്യ 1, 2, 3, 4, 5, 6 അതേപോലെ ഇങ്ങനെ എണ്ണില്ല നമ്മൾ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ എണ്ണുന്ന സംഖ്യകളെയാണ് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. അങ്ങനെ എണ്ണുന്ന നമ്പേഴ്സിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹോൾ നമ്പേഴ്സ്? എനിക്ക് മലയാളം അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം പറയാം. 0 പ്ലസ് ഒരു 0, അതിൻ്റെ കൂടെ നാച്ചുറൽ നമ്പറും കൂടി കൂട്ടും. അതിൻ്റെ കൂടെ നാച്ചുറൽ നമ്പേഴ്സും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നതാണ്. അഥവാ 0ൻ്റെ കൂടെ എണ്ണൽ സംഖ്യകളും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ഹോൾ നമ്പർ. പറഞ്ഞു കഴിഞ്ഞാൽ 0, 1, 2, 3, 4, 5 അഥവാ നമ്മുടെ എണ്ണൽ സംഖ്യകളുടെ കൂടെ ഒരു 0 കൂടി, അതിനെ പറയുന്നതാണ് ഹോൾ നമ്പർ. ഇതിൻ്റെ മലയാളം അറിയാമെങ്കിൽ ഇപ്പോൾ തന്നെ ലൈവ് ചാറ്റിലൊന്നും ഇട്ടേണം. ഇടാം. ഇത്രയും മനസ്സിലായോ? ഈ രണ്ടെണ്ണം മനസ്സിലായവരാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. ഇത് ഇത്രയേ ഉള്ളൂ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 അങ്ങനെ എണ്ണി പോണത്. ഇനി ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0ൻ്റെ കൂടെ നാച്ചുറൽ നമ്പേഴ്സ് അഥവാ 0ൻ്റെ കൂടെ എണ്ണൽ സംഖ്യകൾ കൂട്ടുമ്പോൾ അഥവാ 0, 1, 2, 3, 4, 5, 6 അങ്ങനെ പോകും. 7, 8, 9, 10 അങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് ഹോൾ നമ്പേഴ്സ്. ഇനി ഓഡ് നമ്പർ കുറച്ച് വേഗത്തിൽ പോകുന്നുണ്ട്. ഇപ്പോൾ 8 മിനിറ്റ്. ഇത് മൂന്നാമത്തെ ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റ സംഖ്യകൾ. എന്താണ്? ഇടയ്ക്കിടയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. ഒറ്റ സംഖ്യകൾ. ഇത് സായാണ്, ഡായല്ല. ഞാനിങ്ങനെ സായ വീണ. സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുള്ളൂ. നിങ്ങൾക്ക് 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാം. 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അഥവാ 2ൻ്റെ ഗുണന പട്ടിക. അതിൻ്റെ അകത്ത് 2, 4, 6, 8, 10 ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്പേഴ്സ്. ഞാനിതിപ്പോൾ ഈസി ആയിട്ട് പറയാം കേട്ടോ. അതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സിനെ പറയുന്നതാണ് ഒറ്റ സംഖ്യകൾ. ഇപ്പോൾ 2ന് മുമ്പ് 1, 2 കഴിഞ്ഞ് 3, അത് കഴിഞ്ഞാൽ 4ന് മുമ്പ് എന്താണ്? 4ന് മുമ്പ് 3, പിന്നെ 4 കഴിഞ്ഞ് 5, 6ന് മുമ്പ് 5 അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ 1, 3, 5, 7, 9, 11, 13 അങ്ങനെ പോകും. 13, 15 അങ്ങനെ പോണേനെയാണ് ഒറ്റ സംഖ്യകൾ എന്ന് പറയാം. അഥവാ 2ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലാത്ത നമ്പേഴ്സ്. ഇതിനെ പ്രൈം നമ്പേഴ്സ് എന്നും പറയുമല്ലോ. അഥവാ ഇതിനെ 1 കൊണ്ട് ഗുണിക്കാതെ ഒന്നും ഇതിനെ കിട്ടില്ല. 1 കൊണ്ട് ഗുണിച്ചാലും 1 കിട്ടുള്ളൂ.
മൂന്നിനെ 1 കൊണ്ട് ഗുണിച്ചാലല്ലേ 3 കിട്ടുള്ളൂ. 5 1 കൊണ്ട് ഗുണിച്ചാൽ 5 കിട്ടുള്ളൂ. 7 1 കൊണ്ട് ഗുണിച്ചാൽ 7 കിട്ടുള്ളൂ. അങ്ങനെ അതിനെ പ്രൈം നമ്പേഴ്സ് എന്നും പറയും. ഓക്കെ, അടുത്തത് നാലാമത്തെ ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് രണ്ടിൻ്റെ മൾട്ടിപ്പിൾസ് അറിയാലോ. രണ്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മൾട്ടിപ്പിൾസ് എന്നും പറയും കേട്ടോ. ഏതൊക്കെയാ? 2, 4, 6, 8, 10, 12, 14 ഇങ്ങനെ പോവില്ലേ? ഇങ്ങനെ പോണതിനെയാണ് ഈവൻ നമ്പർ. മനസ്സിലായോ? അത് ഭയങ്കര ഈസിയാണ്. അഥവാ നമ്മൾ ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച രണ്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ ആൻസേഴ്സ് ഫുള്ളേജ് കിട്ടും. 2, 4, 6, 8, 10, 12, 14 ഇത്രയും ദിവസം ഈവൻ നമ്പേഴ്സായി. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ പഠിക്കാത്തൊരു സാധനമാണ് ഇൻറ്റീജേഴ്സ്. എല്ലാവരും സാറേ എന്ത് ഇൻറ്റീജേഴ്സ് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ലല്ലോ. ഓക്കെ, ഇൻറ്റീജേഴ്സ് ഒരു 2 കൊല്ലം മുമ്പ് 8ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു ഒരു ചാപ്റ്റർ ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞു. ഓക്കെ, ഈ വർഷം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, നോക്കണം. ഞാൻ ബേസ് പഠിക്കാൻ വന്നതുള്ളൂ, അതുകൊണ്ട് ടെക്സ്റ്റ് ഒന്നും തുറന്നു നോക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി ഒരു കാര്യം പറയാം. നമുക്ക് വാട്സപ്പ് ചാനലുണ്ട്. ഒരു വാട്സപ്പ് ചാനലുണ്ട്. അപ്പോൾ ഞാൻ ഈ എഴുതണ നോട്ടൊക്കെ നിങ്ങൾക്ക് താഴെ നോട്ട് ലിങ്ക് എന്ന് പറഞ്ഞൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കയറി നമ്മുടെ വാട്സപ്പ് ചാനലൊന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ എഴുതണ നോട്ടൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇട്ട് തരും. ഓക്കെ, ഇനി നമുക്ക് ഇൻറ്റീജേഴ്സിലേക്ക് വരാം. ഇപ്പോൾ നമ്മളൊരു വര വരച്ചു. ഒരു വര വരച്ചു, സ്കെയിലൊക്കെ ഉള്ള ഒരു വര. ഇതിൻ്റെ നടുക്ക് നമ്മളൊരു 0 വരച്ചു. അത് നടക്കുന്നല്ല, ഞാനതൊന്ന് വരയ്ക്കുന്നുള്ളൂ. ഓക്കെ, ഇനി അങ്ങോട്ട് 1, 2, 3 സ്കെയിലൊക്കെ അല്ലേ. 1, 2, 3, 4, 5. ഓക്കെ, 5 വരെ ഒരു മിനിറ്റ്, 5 വരെ എഴുതും. ഓക്കെ, ഇതൊക്കെ കറക്റ്റല്ലേ? ഇത്രയും കറക്റ്റല്ലേ? അഥവാ ഒരു വര വരച്ചു, ഇത്ര മനസ്സിലായില്ലേ? ഒരു വര വരച്ചു, അതിൽ 0 നടുക്ക് മാർക്ക് ചെയ്തു. ഇങ്ങോട്ട് എന്തെങ്കിലും നമ്പേഴ്സ് എഴുതും. ഇവിടെ നമുക്ക് 2 തരത്തിലുള്ള നമ്പേഴ്സ്. കാരണം ഇവിടെ 0 നടുക്കെന്തിനാ 0 കൊണ്ട് എഴുതി? ഇവിടെ അല്ലേ നമ്മൾ സ്കെയിലിൽ 0 എഴുതുക. എന്നിട്ട് 1, 2, 3, 4, 5 ഇങ്ങനെയല്ലേ എഴുതണം. പിന്നെന്താ ഇങ്ങനെ എഴുതിയത്? 0ൻ്റെ ഇപ്പുറത്തേക്ക് നമ്പറുണ്ട്. അപ്പോൾ ഇപ്പുറത്തേക്ക് എന്താ നമ്പർ ഇല്ലാത്ത? ഇപ്പുറത്തും നമ്പറുണ്ട്. ഇപ്പുറത്ത് നമ്പർ ഉള്ളതുകൊണ്ടാണ് 0ൻ്റെ നടുക്ക് കൊണ്ട് എഴുതിയത്. മനസ്സിലായോ? ഇപ്പുറത്ത് നമ്പേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ 0 നടുക്ക് വന്നത്. അപ്പോൾ 1, 2, 3, 4 ഇത് എണ്ണൽ സംഖ്യകളാണ് അല്ലേ? ഇത് എന്താണ്? എണ്ണൽ സംഖ്യകളാണ്, അഥവാ നാച്ചുറൽ നമ്പേഴ്സ്. ഇനി ഇവിടെ ഒരു നമ്പർ ഉണ്ട്. അതിനെ വിളിക്കുന്നത് നെഗറ്റീവ്. ഓക്കെ, നെഗറ്റീവ് നമ്പേഴ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ സാറ് എഴുതുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 0ൻ്റെ ഇപ്പുറത്ത് ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പ്ലസ് സൈനൊക്കെ ഉള്ള നമ്പറാണ്. ഇതൊക്കെ നമ്മൾ പ്ലസ് സൈനുള്ള നമ്പേഴ്സാണെന്ന് വിചാരിക്കും. ഇതിനൊക്കെ പ്ലസ് ആട്ടോ, അതൊക്കെ പ്ലസ്സാണ്. ഇങ്ങോട്ട് വരുമ്പോൾ 0 കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ? ആളുകൾ മാറും. പ്ലസ് ഉള്ളത് എന്താവും? മൈനസാവും. -1, അത് കഴിഞ്ഞാൽ -2, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ -3, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ -4. ഇങ്ങനെ പോകും. ഇവിടെ 4 വരെ എത്തിച്ചോണ്ടേ, അവിടെ 4 വരെ എത്തിക്കണേ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇത്ര എഴുതിയുണ്ട്.
അപ്പോൾ ഇവിടെയൊക്കെ പ്ലസ് സൈനായി, ഇവിടെയൊക്കെ മൈനസ് സൈൻ. ഇതിനെ പറയുന്നതാണ് ഇൻഡിജേഴ്സ്. അഥവാ ഒരു ലൈനിൽ പ്ലസ് ഇതിനൊക്കെ പോസിറ്റീവ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് വിളിക്കും. ഇതിനൊക്കെ പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് വിളിക്കും. ഇതിനൊക്കെ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് വിളിക്കും. ഇതിനൊക്കെ നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ പോസിറ്റീവ് നമ്പറും ഉണ്ട്, നെഗറ്റീവ് നമ്പർ. ഇത്ര ഒന്ന് ആലോചിച്ച് ചെയ്യും. ഒരു ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരയിൽ, ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞ ഒരു വരയിൽ അതിൽ പോസിറ്റീവ് സൈനുള്ള നമ്പേഴ്സ് ഉണ്ട്, നെഗറ്റീവ് സൈനുള്ള നമ്പേഴ്സ് ഉണ്ട്. ഇതിൻ്റെ നടുക്കായിട്ട് ആരുടെ സീറോയും. എന്താണ്, ഒരു ഇൻഡിജേഴ്സിൽ പ്ലസ് സൈനുള്ള നമ്പേഴ്സ് ഉണ്ട്, നെഗറ്റീവ് സൈനുള്ള നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ ശരിക്കും നമ്പേഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നമുക്ക് ബേസ് സീരീസിൽ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞൊരു ഭാഗം വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കും. ഈ പ്ലസ് ഒക്കെ എങ്ങനെയാണ്, മൈനസ് ഒക്കെ എങ്ങനെയാണ്, ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെ നമ്മൾ ആ ഒരു ഇതിൽ പഠിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര ആദ്യം ബേസിൽ ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. ഒരു ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞൊരു വരയിൽ പ്ലസ് ചിഹ്നമുള്ള നമ്പേഴ്സും ഉണ്ട്, മൈനസ് ചിഹ്നമുള്ള നമ്പേഴ്സും ഉണ്ട്. അഥവാ പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട്, നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട്. ഓക്കെ ആണോ? തെറ്റാണെങ്കിൽ നമ്മൾ അടുത്തിലേക്ക് പോവാണ്, അരിത്തമെറ്റിക്സ്. ഈ അരിത്തമെറ്റിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, ഇതെന്താ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ തലവേദന എടുക്കണമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ മക്കളെ ഇത് ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക്കിൻ്റെ ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് ആണ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇത്രേ ഉള്ളൂ. കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണനം എന്ന് പറഞ്ഞാൽ ഹരണം, ഹരിക്കുക ഒക്കെ പറയില്ലേ. ഇത് നമുക്ക് അഡീഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടുക, എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. ഞാൻ പറഞ്ഞുതരാം, വെറുതെ എന്തെങ്കിലും എഴുതണം. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗുണിക്കുക. ഇത് നമുക്കറിയാം, ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ 8ാം ക്ലാസ് ആയിട്ട് പലർക്കും അറിയാത്തൊരു സംഭവമുണ്ട്. അഡീഷനും സബ്ട്രാക്ഷനും നമുക്കറിയാം, പക്ഷേ എപ്പോഴും അറിയാത്തൊരു സാധനമാണ് മൾട്ടിപ്ലിക്കേഷൻ. ഇതെങ്ങനെ പഠിക്കും? ഇതൊക്കെ പഠിച്ചെടുക്കും നിങ്ങൾ. കാരണം 8ാം ക്ലാസ്സിലായി. അടുത്ത വർഷം 8ൽ നിന്ന് 9ലേക്ക് വേണം. അതിൻ്റെ അടുത്ത വർഷം 8ൽ നിന്ന് 9ൽ നിന്ന് 10ലേക്ക് വേണം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഇതുവരെ അറിയാത്ത കുറച്ച് കുട്ടികൾ, ഞാൻ എല്ലാ കുട്ടികളും പറയില്ല, കുറച്ച് കുട്ടികൾ, ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണോ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കാണുമെന്ന് പറയണേ? അങ്ങനെ പറയണ്ട. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ എഴുതി പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും ഇതൊന്നും അറിയാത്ത ആൾക്കാരുണ്ട്. അതാണ്, ഇതൊന്നും അറിയാത്ത ആൾക്കാരുണ്ട്. ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി എഴുതി പഠിക്കാം. ഇത് അറിയാത്ത ആൾക്കാർക്ക് ഒന്ന് എഴുതി പഠിക്കാം. ഓക്കെ സാർ, ഇതെങ്ങനെ എഴുതി പഠിക്കും? ഇതെങ്ങനെ എഴുതി പഠിക്കണേ ഒന്ന് പറ, ഞാൻ പറയാം. നിങ്ങളിപ്പോൾ ഒരു A4 ഷീറ്റ് വാങ്ങിച്ചു. അതിന് 2 സൈഡ് ഉണ്ടാവുമല്ലോ. അതിന് 2 സൈഡ് ഉണ്ടാവും. അതിന് 2 സൈഡ് ഉണ്ടാവും. 2 കുറഞ്ഞു വയ്ക്കും. അതല്ല, നിങ്ങൾ ആദ്യത്തെ ഇത്രയും ഭാഗം ഒരു പ്രാവശ്യം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതി പഠിക്കുക. ഇത്രയും ഭാഗം, ഒരു പകുതിയോളം ഭാഗം നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ഒരു പ്രാവശ്യം എഴുതി പഠിക്കുക. അടുത്തുള്ള ഭാഗത്തിലും രണ്ടാമത് നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുക. ഇനി അപ്പുറത്തെ സൈഡ് ഉണ്ടാവില്ലോ, നെക്സ്റ്റ് സൈഡ്, അവിടെ നിങ്ങൾ കുറച്ച് കണക്കുകൾ ചെയ്ത് പഠിക്കുക. 26 × 2 എത്രയാണ്? അങ്ങനെ നിങ്ങൾ തന്നെ കണക്കിടുക. അല്ലെങ്കിൽ നിങ്ങളുടെ മദറിനോടോ അച്ഛനോടോ ഫാദറിനോടൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ഇത് നിങ്ങൾ കുറച്ച് ഇട്ട് തരാൻ പറയുക. അപ്പോൾ അവരിട്ട് തരും. അല്ലെങ്കിൽ അതൊന്ന് ചെയ്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. അപ്പോൾ അതൊന്ന് ചെയ്യുക. അതൊന്ന് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് പഠിക്കും.
ഇനി പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഡിവിഷൻ. പലർക്കും അറിയില്ല ഡിവിഷൻ. 8-ലായിക്കോട്ടെ 9-ലായിക്കോട്ടെ 10-ലായിക്കോട്ടെ, ഞാൻ 10-ൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ 10-ലായിട്ട് പോലും ഡിവിഷൻ അറിയാത്ത കൊച്ചുങ്ങളുണ്ട്. സാരില്ല, ഡിവിഷനും ടേബിളുണ്ട്. ഓക്കെ, ഇതിൻ്റെ നോട്ട് ഞാൻ പറഞ്ഞല്ലോ, വാട്സപ്പ് ചാനലുണ്ട്. ഞങ്ങൾക്ക് വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് താഴെ നോട്ട് ലിങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു വാട്സപ്പ് ചാനലിൻ്റെ നമ്പറല്ല ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ബുക്കിൻ്റെ ഒരു വാട്സപ്പ് ചാനൽ തുറന്നു വരും. അതിൻ്റെ അകത്ത് നമ്മൾ കൃത്യം നോട്ടുകൾ എടുക്കും. 10ാം ക്ലാസ്സിൻ്റെ ആയിക്കോട്ടെ 8ാം ക്ലാസ്. അത് ഞാൻ കറക്റ്റായിട്ട് എഴുതും. 8ാം ക്ലാസ്സിൻ്റെ നോട്ടാണിത്. 10ാം ക്ലാസ്സിൻ്റെ നോട്ടിന് കറക്റ്റായിട്ട് ഞാൻ എഴുതും. അപ്പോൾ നിങ്ങൾ 8ാം ക്ലാസ്സുകാർ 10ാം ക്ലാസ്സിൻ്റെ നോട്ടോ 10ാം ക്ലാസ്സുകാർ 8ൻ്റെ നോട്ടോ ഡൗൺലോഡ് ചെയ്യാതെ. ഓക്കെ, ഞാൻ കറക്റ്റായിട്ട് അത് പറയാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തെ ലൈവിൻ്റെ നോട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിന് ഒരു നേരത്തെ ലൈവ് ഉണ്ടാവുള്ളൂ ഈ ഒരു ചാനലിൽ. അപ്പോൾ ഞാൻ നോക്കി ഒരു ഡിവിഷൻ്റെ ഇത് പറയാം. ഒന്നാമത്തേൻ്റെ 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. 3നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും. 4നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. 5നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടും. അപ്പോൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലും അത് ആ നമ്പർ കിട്ടും. പക്ഷെ 2ലേക്ക് വരുമ്പോൾ മാറും. 2നെ 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. 4നെ 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. 6നെ 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും. 8നെ 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. അങ്ങനെ പോകും. ഇതൊന്ന് പഠിച്ചു വെച്ചാൽ ഇത് നിങ്ങൾ അറിഞ്ഞു നോക്കണം. അല്ലാതെ ഡിവിഷൻ ചെയ്യാൻ അറിയാം. അത് നമ്മൾ വേറൊരു ക്ലാസ്സിൽ ബേസിക് ക്ലാസ്സായിട്ട് എടുക്കുന്നു. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, അഥവാ മാത്സിലെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ബേസിക് ക്ലാസ് വെക്കുന്നത്. അതിന് കുറച്ച് പാർട്ടുകളുണ്ട്. അഥവാ ബേസിക് ക്ലാസ് തന്നെ കുറച്ച് പാർട്ടുകളുണ്ട്. ഇനി അടുത്തതിൽ നമ്മൾ പറയാൻ പോകുന്ന പെരിമീറ്ററാണ്. അത് അടുത്തൊരു വീഡിയോയിൽ പറയാം. അഥവാ ഇനി പെരിമീറ്ററിൻ്റെ ഇക്വേഷൻസ്, നമുക്ക് ഇക്വേഷൻസ് പഠിക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കണം. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഈ റീബുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ഗുഡ് ബൈയും പറയുന്നുണ്ട്, ഗുഡ് നൈറ്റും പറയുന്നുണ്ട്. അപ്പോൾ സൂൺ ഞാൻ ഇപ്പോഴും പറയുകയാണ്, നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ നമ്പർ പോട്ടെ, ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങളതൊന്ന് കയറി വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞല്ലേ കൊടുക്കണേ, നോട്ട് ലിങ്ക് എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കണേ. അതിൻ്റെ അകത്ത് കയറുക, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു വിൻഡോ തുറന്നു വരും. അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്താൽ മതി. നിങ്ങളുടെ നോട്ട് കറക്റ്റായിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ നമ്മുടെ ഡിവിഷൻ ടേബിളൊക്കെ അതിൻ്റെ അകത്തായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ടൊന്ന് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സി യു സൂൺ. അത്രയും പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. 10ാം ക്ലാസ്സിൻ്റെ ലൈവ് 18 മിനിറ്റ്. ഇതൊരു 23 മിനിറ്റ്. ഓക്കെ, ഇതൊരു 23 മിനിറ്റ് ഉണ്ട്. കുറച്ച് വലിയ ഒരു വീഡിയോ ആണ്. പക്ഷെ നമ്മൾ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ 8ാം ക്ലാസ്സിന് ഈ ബേസുകൾ കൂടുതലും ഇതാണ്. പ്രത്യേകിച്ച് നമ്പേഴ്സ്, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെ മെയിനായിട്ട് വേണ്ടതാണ്. അപ്പോൾ താങ്ക് യു. ഒന്നുകൂടി താങ്ക് യു പറയാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.